ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആവർത്തന ഗുണനം എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 123 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കൂ. ഇതുപോലെ ചുവടെയുള്ള ഭിന്നസംഖ്യകൾ ലഘൂകരിച്ച് എഴുതുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ലഘൂകരിച്ച് എഴുതുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സംഖ്യ എന്താണ്? 27/243 അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 27നെയും 243നെയും ഘടകങ്ങളാക്കിയിട്ടൊന്ന് മാറ്റി എഴുതണം. അപ്പോൾ നോക്കൂ, 243 ആദ്യം നമുക്ക് ഘടകങ്ങളാക്കിയിട്ട് എഴുതാൻ പറ്റും. നോക്കൂ, 243 എന്നുള്ളതിൽ 2 ഇല്ല അല്ലേ. 2 പൂർണ്ണമായിട്ട് പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിഷ്ടം വരും. അതുകൊണ്ട് തന്നെ നമുക്കതിനെ 3 കൊണ്ട് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് 243 എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ നേരെ 3 എന്ന് എഴുതുക. ഇനി 243 എത്ര 3 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 24 നോക്കുക. 24 എത്ര 3 ഉണ്ട്? 8 3 ഉണ്ട് അല്ലേ. പിന്നെ 8 3 24 പിന്നെ 3ലോ 1 ഉണ്ട്. അങ്ങനെ 81 എന്ന് എഴുതാൻ പറ്റും. ഇനി 81ലും എന്താണുള്ളത്? 3 ആണുള്ളത്, 2 ഇല്ല. അപ്പോൾ 3 കൊണ്ട് തന്നെ ചെയ്യാം. 81ൽ എത്ര 3 ഉണ്ട്? 27 3 81 അല്ലേ. 8ൽ 2 3 ശിഷ്ടം 2, അങ്ങനെ 21ൽ 7 3, അങ്ങനെ 27 എന്ന് കിട്ടി. അപ്പോൾ 81ൽ 27 3 ഇനി 27ൽ എത്ര 3 ഉണ്ട് നോക്കുക. 27ൽ എത്ര 3 9 3 അല്ലേ. ഇനി 9ൽ എത്ര 3 3. അപ്പോൾ 243 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 3 × 3 × 3 എന്ന് എഴുതാം അല്ലേ. എത്ര 3 5 3 അതായത് 3⁵5 എന്ന് എഴുതാം. 243 എന്നുള്ളതിന് നമുക്ക് 3⁵5 എന്ന് എഴുതാം. ഇനി 27നെ എങ്ങനെ മാറ്റി എഴുതാം നോക്കൂ. ഈ ചെയ്തതിൽ തന്നെ, ക്രിയ ചെയ്തത് തന്നെ 27 വരുന്നുണ്ട് അല്ലേ. 27ൻ്റെ ഇതിൽ എത്ര എണ്ണം വരുന്നത്? 3 ഉണ്ട് അല്ലേ. അപ്പോൾ 27നെ നമുക്ക് 3 × 3 × 3 എന്നും എഴുതാം. അതായത് 3⁵3 എന്നും എഴുതാൻ പറ്റും. ഇനി നോക്കൂ, 27/243 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 27 എന്ന് പറഞ്ഞാൽ 3⁵3 243 എന്ന് പറഞ്ഞാലോ 3⁵5 അപ്പോൾ 27/243 എന്ന് പറഞ്ഞാൽ 3⁵3/3⁵5 എന്ന് എഴുതാം. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്? അതായത് x⁴m/x⁴n x⁴m - n ഇവിടെ m 3ഉം n 5ഉം ആണ്. അപ്പം 3ന്ന് 5 കുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് ആണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് x⁴m/x⁴n എന്ന് പറയുമ്പോൾ 1/x⁴n - m അല്ലേ. n ആണ് വലുത്, അതുകൊണ്ട് n എന്ന് m ഓർക്കുന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ? അതായത് 3⁵3/3⁵5 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/3⁵5 - 3 എന്ന് എഴുതാം അല്ലേ. n എന്ന് പറയുന്നത് 5ഉം m എന്ന് പറയുന്നത് 3ആണ്. അപ്പോൾ 5 - 3 എന്ന് എഴുതാം. 5ന്ന് 3 കുറച്ചാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ എന്ത് കിട്ടി? = 1/3⁵2 എന്ന് കിട്ടും. 1/3⁵2 എന്ന് പറഞ്ഞാൽ 3⁵2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3⁵2 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ് അല്ലേ. 3നെ 2 തവണ ഗുണിക്കുന്നത്. 3 × 3 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അപ്പോൾ നമുക്ക് 1/9 എന്ന് വേണമെങ്കിലും ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 125/3125 അല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 125നെയും 3125നെയും ഘടകങ്ങളാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 3125നെ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 125ൻ്റെതും കിട്ടുമോ നോക്കാം അല്ലേ. അപ്പോൾ നോക്കൂ, 3125ൻ്റെത് ചെയ്യുമ്പോൾ 3125ൽ 5 നോക്കുക. എത്ര 5 ആണുള്ളത്? പിന്നെ 31ൽ എത്ര 5 ഉള്ളത്? 6 അല്ലേ. 6 5 30 ശിഷ്ടം 1 ഉണ്ട്. അപ്പുറത്തുള്ള 2ഉം കൂടി കൂട്ടി വായിക്കുമ്പം 12. 12ൽ എത്ര 5 ഉള്ളത്? 2. 2 5 10 അല്ലേ. ശിഷ്ടം 2 ഉണ്ട്. അപ്പോൾ 25ൽ എത്ര ഉണ്ട് നോക്കുക. 25ൽ 5 ആണ്. അപ്പം അങ്ങനെ 6 2 5 625 എന്ന് കിട്ടിയാലോ. ഇനി 625ൽ എത്ര 5 ഉണ്ട് നോക്കാം. 625ൽ എത്ര 5 ഉണ്ട്? ആദ്യം 6ൽ നോക്കുക. 6ൽ 1 ഉണ്ട്. ശിഷ്ടം 1. അടുത്തുള്ള 2ൻ്റെ അടുത്ത് കൂട്ടി വായിക്കുമ്പം 12 ആവും. 12ൽ എത്ര 5 ഉണ്ട് നോക്കുക. 2 5 10 അപ്പോൾ 2 എന്ന് എഴുതുക. പിന്നെ 2 5 10 ശിഷ്ടം 2 ഉണ്ട് അല്ലേ. അപ്പോൾ അടുത്തുള്ള 5നെ കൂട്ടി വായിക്കുമ്പോൾ 25 25ൽ എത്ര 5 ഉണ്ട്? 5 25. അങ്ങനെ 125 എന്ന് കിട്ടിയില്ലേ. 1 2 5 അങ്ങനെ 125 എന്നും കിട്ടി. ഇനി 125ൽ എത്ര 5 ഉണ്ട് എന്നാണ് നോക്കുന്നത്. 125ൽ എത്ര 5 ഉണ്ട്? 12ൽ പിന്നെ 2 5 10 അപ്പോൾ ശിഷ്ടം 2 ഉണ്ട്. അപ്പോൾ 2 താഴെ 2 എന്ന് എഴുതിയ ശിഷ്ടം 2 അടുത്തുള്ളതിനെ കൂട്ടി വായിക്കുമ്പോൾ 25 25ൽ എത്ര 5 ഉണ്ട്? 5 അല്ലേ. അത് താഴെ എഴുതി. അപ്പോൾ അങ്ങനെ 25 എന്ന് കിട്ടി. ഇനി 25ൽ എത്ര 5 ഉണ്ട് നോക്കാം. 25ൽ എത്ര 5 ഉള്ളത്? 5 5 25 അല്ലേ. അപ്പോൾ 5 എന്ന് എഴുതി. അപ്പോൾ 3125 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 × 5 × 5 × 5 × 5 അല്ലേ. എത്ര 5 ആണ്? 5 5 5⁵
5 എന്ന് എഴുതാൻ പറ്റും. ഇനി 125 എന്നുള്ളതിനെയോ നമ്മൾ ആ ചെയ്ത ക്രിയയിൽ തന്നെ ഉണ്ട് അല്ലേ, 5 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ, 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 125 അതായത് 5⁻3 3 പ്രാവശ്യം 5നെ ഗുണിക്കുകയാണ് ചെയ്തത്, 5⁻3 എന്നും എഴുതാം. ഇനി നോക്കൂ 125/3125 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം. 125 എന്ന് പറഞ്ഞാൽ 5⁻3 ആണ്, 3125 എന്ന് പറഞ്ഞാൽ 5⁻5 ആണ്. അപ്പം 5⁻3/5⁻5 എന്ന് എഴുതാം അല്ലേ. ഇവിടെ എന്താണ്, അംശം ചെറുതും ഛേദം വലുതുമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ, x⁴m/x⁴n is equal to 1/x⁴n - m എന്നാണ് അല്ലേ. താഴെയാണ് n - m ആണ് കണ്ടത്, m - n ആണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്. ഇത് അംശം ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ 1/x⁴n - m ആണ്, വലുതെന്ന് ചെറുത് കുറക്കുന്ന രീതിയിൽ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5⁻3/5⁻5 എന്ന് പറയുമ്പോൾ ഇവിടെ എന്നും എമ്മും എന്താ വരുന്നത്, എക്സ് എന്ന് പറയുന്നത് 5 തന്നെയാണ്, എന്നും എമ്മും എന്താണ്, എൻ എന്ന് പറയുന്നത് പിന്നെ 5ഉം എം എന്ന് പറയുന്നത് 3 ആണല്ലോ. അപ്പോൾ 5 നിന്ന് 3 കുറക്കുന്ന രീതിയിൽ എഴുതണം അല്ലേ. അപ്പോൾ 1/5⁻5 - 3 ആണ് നമ്മൾ കാണേണ്ടത്. 5 നിന്ന് 3 കുറച്ചാൽ 2 ആണ് അല്ലേ. അപ്പോൾ 1/5⁻2 എന്ന് കിട്ടും. 5⁻2 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 5⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഇൻറ്റു 5 ആണ്. 5 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 25 അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1/25 എന്നും ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 48/64 ആണ് അല്ലേ. ഇവിടെ നമുക്ക് ആ വലിയതിന് ആദ്യം ചെയ്യാം, അതായത് 64നെ ഘടകങ്ങളാക്കണം, രണ്ടിനെയും ഘടകങ്ങളാക്കണം, 48നെയും 64നെയും ചെയ്യണം. നമുക്ക് ആദ്യം 64 ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, 64നെ ഘടകങ്ങളാക്കുമ്പോൾ 64 2 ഉണ്ട് അല്ലേ. എത്ര 2 ഉള്ളത്, 6ൽ 3ഉം 4ൽ 2, അങ്ങനെ 32. ഇനി 32ലും 2 ഉണ്ട്, എത്ര 2 ഉണ്ട്, 16 2 അല്ലേ. 3ൽ ഒരു 2 ശിഷ്ടം 1, 12ൽ 6, അങ്ങനെ 16 കിട്ടി. ഇനി 16ലും 2 ഉണ്ട്, എത്രയാണ് 8 അല്ലേ. 8ൽ എത്ര 2 ഉണ്ട്, 4, 4ൽ എത്ര 2 ഉണ്ട്, 2. അപ്പോൾ നമുക്ക് 64 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ. എത്ര 2 ആണ്, 6 2കളാണുള്ളത്, അതായത് 2⁻6 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 48നെ പിന്നെ ഘടകങ്ങളാക്കുമ്പോൾ എങ്ങനെയാണ്, 48ൽ 2 ഉണ്ട്, എത്രയാണ് 24 അല്ലേ. 24ലും 2 ഉണ്ട്, എത്രയാണ് 12 ആണ്. 12ലും 2 ഉണ്ട്, 6, 6ലും 2 ഉണ്ട്, എത്രയാണ് 3 അല്ലേ. 3നെ ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ്, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റൂലേ. അതായത് 2⁻4 ഇൻറ്റു 3 അല്ലെങ്കിൽ 3⁻1 എന്ന് എഴുതാം. ഇനി അംശം ചെറുതും ഛേദം വലുതും ആയതുകൊണ്ട് തന്നെ x⁻m/x⁻n എന്നുള്ളതിൻ്റെ എന്താണ് ഇക്വേഷൻ, എന്താണ് 1/x⁻n - m എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക. അപ്പോൾ നമുക്ക് 48/64 എന്നുള്ളത് എങ്ങനെ എഴുതാം നോക്കൂ. 48 എന്ന് പറഞ്ഞാൽ 2⁻4 ഇൻറ്റു 3 അല്ലെങ്കിൽ 3⁻1 അല്ലേ. അതുപോലെ 64 എന്ന് പറഞ്ഞാലോ 2⁻6 ആണ്. ഇവിടെ 2⁻4ഉം 2⁻6ഉം ആണ് എന്ത്, x⁻m/x⁻n എന്ന് പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മാത്രം നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണ്, 1/2⁻6 - 4 അല്ലേ. അപ്പോൾ 1/2⁻2 എന്ന് കിട്ടും. പിന്നെ ആ ഗുണിക്കണം 3⁻1 അല്ലെങ്കിൽ 3 എന്നുള്ളത് നമുക്ക് അതുപോലെ എഴുതാം. അപ്പോൾ 1/2⁻2 ഇൻറ്റു 3 ആണ്. അപ്പോൾ 3 പിന്നെ 1നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 അല്ലേ, അംശമായിട്ട് 1 ഇൻറ്റു 3, അപ്പോൾ 3 എന്ന് കിട്ടും. ഛേദം എന്താണ്, 2⁻2 ആണ്. 2⁻2 എന്ന് പറഞ്ഞാൽ 2 2 4 ആണ് അല്ലേ. അപ്പോൾ പിന്നെ 3/4 നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ 48/64 എന്നുള്ളതിനെ നമ്മൾ ലഘൂകരിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്, ഒന്നുകിൽ 3/2⁻2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3/4 എന്നും എഴുതാൻ പറ്റും. ഈ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 54/81 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 54നെയും 81നെയും ഘടകങ്ങളാക്കിയിട്ട് മാറ്റി നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 54നെ ഘടകങ്ങളാക്കി നോക്കാം. 54നെ ഘടകമാക്കുമ്പോൾ 54ൽ 2 ഉണ്ട്, എത്ര 2 ആണുള്ളത്, 5ൽ 2 2 ശിഷ്ടം 1, 14ൽ 7 2, അങ്ങനെ 27 എന്ന് കിട്ടും അല്ലേ. 27ൽ ഇനി 2 ഇല്ല, പിന്നെ 3 ഉണ്ട്, എത്ര 3 ഉള്ളത്, 9 3 ആണ് 27. അപ്പോൾ നമ്മൾ 9 എന്ന് എഴുതി. ഇനി 9ലോ വീണ്ടും 3 നോക്കുക, എത്ര 3 ഉണ്ട്, 3 3 ആണ് അല്ലേ. അപ്പോൾ 54 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. അതായത് 2⁻1 എന്നോ അല്ലെങ്കിൽ 2 ഇൻറ്റു എന്നോ അങ്ങനെ എഴുതാം കേട്ടോ. 1 എന്ന് എഴുതിയാൽ അതേ സംഖ്യ തന്നെയാണ്. അപ്പോൾ നമുക്കത് എഴുതിക്കൊള്ളണം നിർബന്ധമല്ല. അപ്പോൾ 2⁻1 ഇൻറ്റു 3⁻3 എന്ന് എഴുതാം അല്ലേ. 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3⁻3 ആണ്. ഇനി 81നെ നമുക്ക് ഘടകങ്ങളാക്കി നോക്കാം. 81നെ ഘടകങ്ങളാക്കുമ്പോൾ 81ൽ 2 ഇല്ല, 3 ഉണ്ട് അല്ലേ. എത്ര 3 ആണ്, 27 3 ആണുള്ളത് അല്ലേ.
81 8 പിന്നെ 2 3 ഉണ്ട് ശിഷ്ടം, പിന്നെ 2 21 7 3 ഉണ്ട്, അങ്ങനെ 27 കിട്ടി. ഇനി 27ലും 3 ഉണ്ട്, എത്ര മൂന്നാണുള്ളത്? 9 3 27. 9ലും 3 ഉണ്ട്, എത്ര 3 ഉണ്ട്? 3 3 അല്ലേ? അതായത് 81 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 3 × 3 അല്ലേ? 3⁴4. 3നെ 4 പ്രാവശ്യമല്ലേ ചെയ്തിട്ടുള്ളത്, അപ്പോൾ 3⁴4 എന്ന് എഴുതാം 81ന് പകരമായിട്ട്. ഇനി നോക്കൂ, 54/81 അല്ലേ നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 54 എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് 2 × 3⁻³ എന്നും താഴെ 81 എന്നുള്ളതിന് പകരമായിട്ട് 3⁴4 എന്നും എഴുതാം അല്ലേ? അപ്പോൾ 2 × 3⁻³ എന്ന് എഴുതാം. ഇനി നോക്കൂ, 3⁻³ 3⁻3/3⁴4 എന്നുള്ളതിനെ നമുക്ക് x⁴m/x⁴n എന്ന് പറഞ്ഞ രൂപത്തിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇവിടെ പിന്നെ മുകളിലുള്ളത് ചെറുതും താഴെയുള്ളത് വലുതും ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അംശം ചെറുതും പിന്നെ ഛേദം വലുതും ആകുമ്പോൾ നമ്മൾ എന്താണ് ഇക്വേഷൻ വേണ്ടത്? x⁴m/x⁴n = 1/x⁴n - m ആണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇതിനെ മാറ്റി എഴുതുകയാണെങ്കിൽ 3⁴4 - 3 ആണ് കാണേണ്ടത്. അപ്പോൾ 1/3⁴4 - 3 ഇൻറ്റു ആ 2നെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇനി 4 - 3 എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പം 3⁴1. 3⁴1 എന്ന് പറഞ്ഞാൽ 3 എന്ന് തന്നെ എഴുതിയാൽ മതി. മുകളിലോ 1 × 2 അല്ലേ? 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.